പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ യാമുട്ടോ സെൻസായെയും കുട്ടപ്പനെയും സോറയും സാക്കുറയും കാണിക്കുകയാണ്. മാസ്റ്റർ പറയും ഓൾറെഡി സായിക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ സോറയെ കൂട്ടി നമുക്ക് പുതിയൊരു ടീം തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതിന് കുട്ടപ്പൻ പുതിയ ടീം ഫോം ചെയ്ത് മിഷന് പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വിൻഡ് നേച്ചർ ഉപയോഗിച്ച് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോ അതിന് സോറ പറയും നീ പ്രാക്ടീസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, കാരണം നീ ഒരു മണ്ടനാണ്. കുട്ടപ്പന് ദേഷ്യം വരുമെങ്കിലും അവനത് കടിച്ചമർത്തി ഇപ്പൊ യാമുട്ടോ സെൻസോയോട് ഒരു സംശയം ചോദിക്കും. നിങ്ങൾ വുഡ് ജിപ്സു ക്രിയേറ്റ് ചെയ്യുന്നത് എർത്ത് ജിപ്സും വാട്ടർ ജിപ്സും ചേർത്തിട്ടല്ലേ? കാക്കാഷി മാസ്റ്റർ പറഞ്ഞത് ഒരു ജൊനിയന് 2 നേച്ചർ പവർ ഉണ്ടാവുമെന്നാണ്. ഞാനും അതുപോലെ വാട്ടർ സ്റ്റൈൽ ജിപ്സ് പോലെ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്താലോ? അതിന് മാസ്റ്റർ പറയും ഓരോരുത്തരും ജനിക്കുമ്പോഴും അവർക്ക് ഓരോരോ നേച്ചർ സ്റ്റൈൽ ഉണ്ടാവും. നിനക്ക് അങ്ങനെ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ നീ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു വാട്ടർ നേച്ചർ അത് പതിയെ പുറത്തേക്ക് വരും. അതിന് കുട്ടപ്പൻ പറയും ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും തലകുത്തി നിന്നിട്ടും അങ്ങനത്തെ പവർന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതിന് യാമുട്ടോ പറയും നീ ജനിച്ചപ്പോ തന്നെ നിനക്ക് വിൻഡ് സ്റ്റൈലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ വിൻഡ് സ്റ്റൈലിൽ മാത്രമേ നിനക്ക് നിന്റെ പവർ അത് മുഴുവനായിട്ടും പുറത്തെടുക്കാൻ കഴിയൂ. ബാക്കി ഏതൊക്കെ സ്റ്റൈൽ പഠിച്ചാലും വിൻഡ് സ്റ്റൈലിന്റെ അത്രയും കറക്റ്റ് ആയിട്ട് അതൊന്നും നിനക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് കുട്ടപ്പൻ ചോദിക്കും ആർക്കെങ്കിലും 5 നേച്ചർ പവർ ഒരുമിച്ച് കിട്ടോ? ഒരിക്കലുമില്ല, ആർക്കും 5 നേച്ചർ ഒന്നിച്ച് കിട്ടില്ല എന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ആ ഒരു വില്ലത്തെ കുറിച്ച് ചിന്തിക്കും. അവൾക്ക് 5 നേച്ചറിന്റെ പവറും ഉണ്ട്, അവൾക്ക് എങ്ങനെ ഈ പവർ കിട്ടിയെന്ന് കുട്ടപ്പൻ ഒരു സെക്കൻഡ് ആലോചിക്കും. യാമുട്ടോ മാസ്റ്റർ പറയും നിന്റെ ഡൗട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് പുതിയ ടീം അത് ഉടനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പൊ അതേ സമയത്ത് അസുമ സെൻസായി വന്നിട്ട് പറയും നിങ്ങളുടെ ടീം തന്നെ ഒരു ടെമ്പററി ടീമാണ്, അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ അറേഞ്ച്മെന്റ്സ് അത് പക്ക ആക്കണം. സോറയും കുട്ടപ്പനും രണ്ടുപേരും നല്ല ഫൈറ്റേഴ്സ് ആണ്, അതുകൊണ്ട് അവരെ മുമ്പിൽ നിർത്തി സാക്കുറെ ബാക്കപ്പ് ആക്കണമെന്ന് പറയുമ്പോ ഇപ്പൊ യാമുട്ടോ സെൻസായി ആവട്ടെ ഒരു സെക്കൻഡ് ആ ഒരു പ്ലാൻ ചിന്തിക്കും. ആസുമ പറയും അത് മാത്രം പോരാ, ഇവർക്ക് എല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സെപ്പറേറ്റ് ട്രെയിനിങ്ങും കൊടുക്കണം. അതിന് യാമുട്ടോ സെൻസായി പറയും എങ്കിൽ അസുമ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പൊ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. കുട്ടപ്പനും സോറയും അവർക്ക് രണ്ടുപേർക്കും വിൻഡ് ചക്രയുടെ പവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് അസുമ മാസ്റ്റർ തരുമെന്ന് ഇപ്പൊ യാമുട്ടോ പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ 2 ആൾക്കാരും ഇപ്പൊ പൊരിഞ്ഞ അടി വഴക്ക് ബഹളം. ഞാൻ ആദ്യം ട്രെയിനിങ് എടുക്കുമെന്ന് കുട്ടപ്പൻ പറയുമ്പോ അതിന് സോറ എനിക്ക് നിന്നെക്കാൾ ഒരുപാട് പവർ കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ട്രെയിനിങ് എടുക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അസുമ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ഇപ്പൊ അവര് പ്രാക്ടീസ് ചെയ്ത അതേ സ്ഥലത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അവിടെ മരത്തില് ഒരുപാട് ബ്ലേഡ് കാണുമ്പോ അസുമ ചോദിക്കും ഇവിടെ നിങ്ങളാണോ ബ്ലേഡ് എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തത്? അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഒരേ ശബ്ദത്തിൽ പറയും ഞങ്ങളാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തത്. അസുമ മാസ്റ്റർ പറയും രണ്ടുപേരും വഴക്ക് കൂടണ്ട, നിങ്ങളെ രണ്ടുപേരെയും ഒരേ ടൈമിൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പനും സോറോയും ഇപ്പൊ ഓരോ ബ്ലേഡ് എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങും. അവരുടെ രണ്ടുപേരുടെയും ബ്ലേഡ് മരത്തിൽ കുത്തിക്കേറി ഇപ്പൊ വലിയ ദ്വാരം ഉണ്ടാവും. അപ്പൊ ആസ്മ മാസ്റ്റർ ഒരു കത്തി എടുത്ത് ആളുടെ ചക്ര പവർ ഉപയോഗിച്ച് മരത്തിനെ ലക്ഷ്യമാക്കിയിട്ട് ഇപ്പൊ വലിച്ചെറിയും. അത് മരത്തിൽ തറച്ചു കയറും, പക്ഷെ അത് ചെറിയ ദ്വാരം മാത്രമേ ഉണ്ടാക്കൂ. ആസുമ സെൻസായി പറയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. വിൻഡ് ചക്ര കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എയിം അത് കറക്റ്റും ഷാർപ്പും ആയിരിക്കും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ 2 ആശാമാരും കൈ ചുരുട്ടി പിടിച്ച് അവരുടെ ചക്ര പവർ എടുത്ത് ഇപ്പൊ അറഞ്ചം പുറഞ്ചം മരത്തിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, അവരുടെ ഓരോ എറിയലിലും മരത്തിൽ വീഴുന്ന ദ്വാരം അത് വളരെ വലുതായിരിക്കും. അതിന് മാസ്റ്റർ പറയും നിങ്ങൾ ഒരുപാട് കത്തികള് വെറുതെ എറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചക്ര പവർ ഉപയോഗിച്ച് എറിയ്. നമ്മുടെ ആൾക്കാർ ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇപ്പൊ ആസുമ മാസ്റ്റർ ആവട്ടെ താഴെ നിന്ന് ഒരു ബോക്സ് എടുത്ത് തുറന്നു നോക്കും. കട്ട് ചെയ്ത ഡാസോ അവൻ അങ്ങനെ ഇരിക്കുമ്പോ അവനെ തേടി ഇപ്പൊ ഒരു മെസ്സേജ് വരും. ഹൊക്കാഗയുടെ മാൻഷനില് ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ ഒരു സ്ക്രോൾ എടുത്ത് യാമുട്ടോ സെൻസായിക്ക് വായിക്കാൻ കൊടുക്കും. യാമുട്ടോ സെൻസായി അത് വായിച്ച് ഷോക്കാവും. കാസുമയുടെ മകനാണോ നമ്മുടെ സോറ? യാമുട്ടോ വീണ്ടും ആ ഒരു സ്ക്രോള് അത് മുഴുവനായിട്ടും വായിക്കാൻ തുടങ്ങും. ആ സ്ക്രോൾ എഴുതിയത് മറ്റാരുമല്ല മൊട്ട മാസ്റ്റർ ആണ്. അതായത് 10 വർഷങ്ങൾക്ക് മുൻപ് ഫയർ ടെമ്പിള് അത് ഡിസ്ട്രക്ഷൻ ആവുന്ന സമയത്ത് ഞാൻ പേടിച്ചു വരച്ച് അവിടേക്ക് ഓടിയെത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിനോടകം മരണപ്പെട്ടിരുന്നു. മാത്രമല്ല ആ ടെമ്പിള് പോലും നശിക്കപ്പെട്ടു പോയി. ആ ടെമ്പിള് പോലും അടിച്ച് നശിപ്പിച്ചു. സോ മൊട്ട മാസ്റ്റർ ഇപ്പൊ അതിലൂടെ നടക്കുമ്പോ അപകടം പറ്റിയ മറ്റൊരു മൊട്ട മാസ്റ്ററിനടുത്ത് പറയും ഇതിന്റെ എല്ലാം കാരണക്കാരൻ സോറോ ആണ്, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവനെ തടയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോ മാസ്റ്റർ ആവട്ടെ അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്രീസ് ആയിപ്പോ. അവര് പറയും
സോറ മനുഷ്യനല്ല, മറിച്ച് മോൺസ്റ്റർ ആണ്. അവന്റെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് വന്നു. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ ഒരുപാട് ചെക്ക് ചെയ്യുമെങ്കിലും അവന്റെ ആ ഒരു പവർ അതെന്താണെന്ന് ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പതിയെ പതിയെ സോറയും അവന്റെ പവർ തിരിച്ചറിഞ്ഞു. പിന്നീട് അവൻ അവനെ തന്നെ വെറുക്കാൻ തുടങ്ങി. കട്ട് ചെയ്ത ഇപ്പൊ ഏമുട്ടോ സെൻസായി ഹൊക്കാഗയോട് ചോദിക്കും, ശരിക്കും എന്തുകൊണ്ടായിരിക്കും അവനെന്ന് അപ്രകാരം പെരുമാറിയത്? സത്യം പറ, എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗ പറയും, അതിനെക്കുറിച്ച് എനിക്കെന്നല്ല ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം, സോറയുടെ മേലെ ഒരു കണ്ണ് വേണം. അവന്റെ ഓരോ പ്രവർത്തികളും നീ ശ്രദ്ധിക്കണമെന്ന് ഇപ്പൊ ഹൊക്കാഗ യാമുട്ടയോട് പറയും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനും സോറോയും നിർത്താതെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ ആസുമ പറയും, ഇന്നത്തെ പ്രാക്ടീസ് മതി, ഇനി നാളെ ചെയ്യാം. നാളെയും പ്രാക്ടീസ് ഉണ്ടോ? അത് കേട്ട് സന്തോഷത്തില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ തുള്ളി ചാടാൻ തുടങ്ങും. കട്ട് ചെയ്ത അന്ന് രാത്രി ഇപ്പൊ ഡാസോ ആവട്ടെ എവിടേക്കോ ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ രണ്ട് സ്വത്തുമണികളും ഇപ്പൊ വീണ്ടും ഒരേ പ്രാക്ടീസിലാണ്. അവരുടെ സ്റ്റാമിന കണ്ട് ഇപ്പൊ അസുമ മാസ്റ്റർ ആവട്ടെ വണ്ടർ അടിച്ച് അവർക്ക് രണ്ടുപേർക്കും വയറ് നിറച്ച് നൂഡിൽസ് വാങ്ങിക്കൊടുക്കും. കുട്ടപ്പനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവർ ഓൾറെഡി ഇപ്പൊ ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാസ്റ്റർ പറയും, ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം, ഇനി എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോ കുട്ടപ്പനും സോറോ ആവട്ടെ അതിന് സമ്മതിക്കും. അപ്പൊ സോറോ മാസ്റ്ററുടെ അരയിലുള്ള ആ ഒരു സിമ്പൽ നോക്കിയിട്ട് പറയും, മാസ്റ്ററിന്റെ സിമ്പലില് ഇപ്പൊ ചെളി പറ്റിയിരിക്കുകയാണ്. എന്റെ പപ്പ ഈ ഒരു ടൗലും സിമ്പലും വളരെ നീറ്റായിട്ടാണ് കൊണ്ടു നടന്നതെന്ന് പറഞ്ഞ് അവനാവട്ടെ ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. സോറ പറയും, ഒരുപാട് പേര് എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തി, പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ സോറയാവട്ടെ ആസുമ മാസ്റ്ററെ നോക്കി ചിരിക്കും. അതുകൊണ്ട് മാസ്റ്റർ പറയും, സോറ 5 മിനിറ്റ് എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം. അസുമ ഇപ്പോ സോറോയുമായിട്ട് വെപ്പൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലേക്ക് വരും. ഷോപ്പിലെത്തിയിട്ട് ഇപ്പൊ അസുമ ഉപയോഗിക്കുന്ന അതേ ഒരു നിഞ്ച ടൂള് മാസ്റ്റർ എടുത്ത് ഇപ്പൊ സോറോയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് സോറോ വണ്ടറടിച്ച് ചോദിക്കും, ലോർഡ് ചിരിക്കുകയാണോ ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞേന്ന് ചോദിക്കുമ്പോ അതിന് മാസ്റ്റർ പറയും, ആരെങ്കിലും ഒരാള് ഒരു ഗിഫ്റ്റ് തരുമ്പോ അവരോട് ഇങ്ങനെയാണോ പറയാ? ഇത് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റാണ്. എന്റെ ട്രെയിനിങ് അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ സ്വന്തമായിട്ട് ട്രെയിനിങ് എടുത്ത് ഉഷാറാവണമെന്ന് പറഞ്ഞ് ഇപ്പൊ സോറയെ പറഞ്ഞയക്കും. എന്നിട്ട് അസുമ ഒരു ലൈറ്റർ കത്തിച്ച് വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അപ്പൊ ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ഒരു കിങ്കരൻ പറയും, ഈ ഒരു ഗ്രാമത്തില് 2 രാജാക്കന്മാരുടെ ആവശ്യമില്ല. ഇവിടെ ഹൊക്കാഗ വേണ്ട, മറിച്ച് ഞാനെന്ന ഫ്യൂഡൽ ലാർഡ് മാത്രം ഇവിടെ ജീവിച്ചാ മതി. കട്ട് ചെയ്താ ഇപ്പൊ ഫ്യൂഡൽ ലാർഡിനെ കൊല്ലാനായിട്ട് ആരോ ഒരാള് റൂമിലേക്ക് വരും. പക്ഷെ അവിടെ ഫ്യൂഡൽ ലാർഡ് ഉണ്ടാവില്ല, മറിച്ച് ഫ്യൂഡൽ ലാർഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ആസുമ ഉണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ അവിടെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവരുടെ രണ്ടുപേരുടെ സ്റ്റാമിന അത് കുറഞ്ഞു വരും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ചിരിക്കോയും അവിടേക്ക് വരും. പക്ഷെ അവര് വിടില്ല. അവര് രണ്ടുപേരും ഇപ്പൊ വീണ്ടും ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ ഒടുവില് ഇപ്പൊ അസുമയാവട്ടെ അവനെ കത്തിയെടുത്ത് കുത്തി കൊല്ലാണ്. ചോര തുളുമ്പി അവൻ താഴേക്ക് വീണ് അവിടെ കിടന്ന് പെടഞ്ഞു മരിക്കും. അപ്പോഴായിരിക്കും അവൻ ആരാണെന്ന് കാണിക്കുക. അത് മറ്റാരുമല്ല, സോറയുടെ അച്ഛൻ. യഥാർത്ഥത്തിൽ സോറയുടെ അച്ഛനെ കൊന്നത് അത് മറ്റാരുമല്ല, അസുമയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ അസുമ മാസ്റ്റർ അടുത്തേക്ക് കുറേണ മാസ്റ്റർ വരും. അവര് രണ്ടുപേരും ഇപ്പൊ ക്യാഷ്വലായിട്ട് സംസാരിച്ച് അവിടുന്ന് മുൻപോട്ട് നടക്കും. സോറയാണെങ്കില് ഇപ്പൊ പുതിയ എക്യുപ്മെന്റ് കിട്ടിയ സന്തോഷത്തില് ലീഫ് വില്ലേജിലൂടെ ഇപ്പൊ തുള്ളിച്ചാടി നടക്കുകയാണ്. മറ്റൊരു വശത്ത് കുട്ടപ്പനാവട്ടെ ഇപ്പൊ സോറ അന്വേഷിച്ച് നടക്കാണ്. ഇവനിത് എവിടെ പോയി, എന്തെങ്കിലും സംഭവിച്ചു കാണോ എന്നൊക്കെ പറഞ്ഞ് അവൻ നോക്കി നടക്കുമ്പോഴായിരിക്കും ഇപ്പൊ ദൂരത്തായിട്ട് സോറയെ കാണാം. അവിടെ സോറ കടയിൽ നിൽക്കുന്ന ഒരച്ഛനെയും മകനെയും നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോ ഇപ്പൊ കുട്ടപ്പന്റെ മനസ്സിനും ഒരുപാട് സന്തോഷാവും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ സോറയുടെ തൊട്ടു പുറകില് ആ ഒരു വില്ലൻ അവൻ അങ്ങനെ നിൽക്കുകയാണ്. സോറ അവനെ കണ്ട ഉടനെ ഇപ്പൊ പുതിയ വെപ്പൻ അത് പുറത്തിറക്കി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് ഇവിടേക്ക് വരുന്നും പറഞ്ഞ് വെട്ടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിന് വില്ലൻ പറയും, ഞാൻ ഇവിടേക്ക് വന്നത് വലിയൊരു രഹസ്യം അത് നിന്നോട് പറയാനാണ്. നിന്റെ അച്ഛനെ കൊന്നത് 12 ഗാർഡ് ഷിനോബീസിലുള്ള ഒരാളാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ അസുമ മാസ്റ്റർ എന്ന് പറയുമ്പോ അത് കെട്ട് സോറ ഞെട്ടും. ഇതിപ്പോഴാണോ പറയണേ? ഇത് സത്യമാണോ? അതിന് വില്ലൻ പറയും, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, പക്ഷെ അതാണ് സത്യം. വില്ലൻ 2 ക്യൂബ്സ് ഇപ്പൊ അവൻ ഇട്ടുകൊടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടും. കട്ട് ചെയ്ത ഹൊക്കാകെ അവൾ ഷോക്കായിട്ട് ചോദിക്കും, ഡാസോ
അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോ ഇവിടെ സോറ വാശിയില് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ അവിടേക്ക് വന്ന് നിനക്ക് എന്താ പറ്റിയേ, എന്തിനാ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അതിന് സോറ പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് ആ ഒരു കത്തി വലിച്ചെറിയുമ്പോ അതാ മരവും തുളച്ച് അടുത്തുണ്ടായിരുന്ന ഒരു പാറ പോലും ഇപ്പൊ തകർത്ത് കളയും. അത് കണ്ട് കുട്ടപ്പൻ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.